ഹായ്, നമസ്കാരം. വൈറ്റ് ബോക്സ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ സ്ഥിരമായി ശ്രമിക്കുന്ന ആളുകളാണ്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം, അച്ചീവ് ചെയ്യണം, ചില പുതിയ ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം, ചിലപ്പോൾ എന്നും രാവിലെ എണീക്കണം, അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നവർ, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പം പലതും ചെയ്യാൻ ശ്രമിക്കുന്നിടയിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യം എന്താ അറിയോ? ചിലതൊക്കെ നമ്മൾ ജീവിതം ഒഴിവാക്കും കൂടി വേണം. എങ്കിൽ മാത്രം സത്യം പറഞ്ഞാൽ ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു കല്ല് മാത്രമായിരുന്നു. ആ കല്ലിന്ന് കൊത്തി 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 ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം വെക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ തോട്ടുകൾ എന്താണെന്നുള്ളത് ഭംഗിയായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താ പറയുക? സ്റ്റോപ്പ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അപകടം എന്നുള്ളതുണ്ടല്ലോ, നമ്മൾ പോലും മനസ്സിലാക്കുന്ന സംഗതിയാണ്. ഒരു സ്വന്തം നമ്മളിപ്പോൾ എന്തെന്ന് പറയാ, ഒരു സെൽഫ് ലവ് പൂർണ്ണമായിട്ടും നമ്മളെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ഇന്നർ വോയിസ് നമ്മളെപ്പോഴും പറയാം, നമ്മൾ ഇന്നർ വോയിസ് നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാകുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളോട് തന്നെ പറയണം, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ചെയ്തിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട്, തട്ടിമുട്ടി EMI ഒക്കെ അടിച്ച് പോകുന്ന ഒരാളാണ് നമ്മൾ. അതിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ സീറോയിലാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ ഭാഗം സീറോയിലാണ് അവസ്ഥ. വാട്ട് ഈസ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ലാണ്. അന്ന് വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്ന സംഗതിയാണ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ള കാര്യം. ഒരിക്കലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് സെൽഫ് ടോക്ക് തന്നെയാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. ഈ സെൽഫ് ലവ്, ഞാനൊക്കെ മുമ്പ് സെൽഫ് ലവിനൊക്കെ വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ കൂടെ സമയത്തനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾക്ക് 2 മൊബൈലുണ്ട്. 2 മൊബൈലും അവളെ ഫോട്ടോ ആണ് അവളവിടെ DP ആക്കി വെച്ച്, ഡിസ്പ്ലേ പിക്ചർ ആക്കി വെച്ചിരിക്കുന്നത്, വാൾപേപ്പർ ആക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അവളെ വളരെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ക്യാൻഡിലുള്ള സമയത്താണെങ്കിൽ പോലും തണുപ്പത്ത് പുറത്തിറങ്ങാതെ, അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ആണെങ്കിൽ അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യൂല. സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ കൂടിയും സിഗരറ്റ് വലിക്കുന്ന സമയത്ത് പിഗ്മെന്റേഷൻ വരാതെ നോക്കുന്നു. എല്ലാ ആഴ്ചയും സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സ്വന്തത്തോട് ഇത്രയധികം ഇഷ്ടമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ എഫേർട്ട് വളരെ നോർമലായ, വളരെ ബിലോ ആവറേജ് ആയ ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും അവളുടേതായ മേഖലകളിൽ നന്നായി ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനൊരു 10 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു സാധാരണ ജനറൽ നോളജ് പോലും, ഒരു കോമൺ സെൻസ് നോളജ് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൾ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിൽ അവൾക്ക് നന്നായിട്ട് എക്സ്പേർട്ട് ആവാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മളെന്താ പറയുക, ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിൻ്റെ എന്താണെന്നറിയോ, നെഗറ്റീവ് സെൽഫ് ടോക്കിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇൻസൾട്ട് ചെയ്യാം. നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻസൾട്ട് ചെയ്യാം. നമ്മൾ പുറത്തുകൊണ്ടാൾ ഇൻസൾട്ട് ചെയ്യാതെ നമ്മളോട് തന്നെ പറയാണ്, എടാ നീ ഒന്നിനും കൊള്ളത്തില്ലടാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. വേറൊരാൾ പറയുന്നത് നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് വളരെ മോശമായിരുന്നു, ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ മോശമായിരുന്നു, അങ്ങനെ പഴയതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾ നാളെ മുതൽ അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പറയാൻ യെസ് ഐ ക്യാൻ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് സെൽഫ് ടോക്ക് നിർത്തിയാൽ മതി. ഒരിക്കലും ഞാൻ എന്നെപ്പറ്റി നെഗടിക്കൂല, അല്ലെ, നമ്മളിപ്പോൾ ന്യൂജൻ വേർഡാണ് നെഗടിക്കൂല എന്നുള്ളത്. ആ നെഗടിക്കാതിരിക്കാൻ, നെഗറ്റീവ് വാക്കുകൾ പരസ്പരം പറയാതിരിക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ മലബാറിലാണ് നമ്മൾ പറയുമ്പോൾ പയ്യരും പറയരുത് അറിയും. നമ്മളൊരു മലപ്പുറം കൊളോക്കിയൽ ഭാഷ പറയുകയാണെങ്കിൽ അങ്ങനത്തെ നമ്മളെ തന്നെ ഇകഴ്ത്തി പറയുന്ന ഭാഷ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനത്തെ ഒരാളുമായിട്ട് നമ്മൾ സ്ഥിരം നമ്മൾ സഹവാസമുണ്ടെങ്കിൽ നമ്മളും ഏകദേശം അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് പോയി. എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു നെഗറ്റീവ് തോട്ടാണ്, നമ്മുടെ സംസാരങ്ങൾ നെഗറ്റീവ് തോട്ടാണ്, നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് തോട്ടാണ്.
അങ്ങനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലായിട്ട് സീറോന്ന് മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് സെൽഫ് ടോക്ക് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, അതിൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്നെ അറിയുന്ന എല്ലാവരോടും ചോദിച്ചാലും അവർ പറഞ്ഞ കാര്യമായിരിക്കും, ഞാനൊരു പീപ്പിൾ പ്ലീസറായിരുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിനീത വിധേയൻ്റെ ഒരു വിഡ്ഢിവേഷമായിരുന്നു എനിക്കെന്നും. അപ്പോൾ ഈ പീപ്പിൾ പ്ലീസർ ആവുമെന്നറിയാം, നമ്മളൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. അത് നമ്മളൊരു ഒരു സമ്പ്രദായത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു പൗരസ്ത്യ കാലഘട്ട മേഖലയിലായാലും പൗരസ്ത്യ നാടുകളിലൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മളൊരു ഏഷ്യൻ കൺട്രിയിൽ നിന്ന് വരുന്ന ഏതൊരാളും അനുഭവിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്തായിരിക്കും, ഈ സാർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഒരു ബെൻഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണകൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ നമ്മൾ മുതലെടുക്കും. നമ്മളെന്താ പറയുക, നമ്മളോട് ഒരിക്കലും എന്താ അറിയില്ല, എസ് പറയില്ല. നമ്മുടെ നാട്ടിൽ ആരോടും നമ്മൾ എസ് പറയും, നമ്മളോട് നോ പറയും. നമുക്ക് സ്വന്തമായിട്ട് കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ വളരെ ബിസിയായ സ്കെഡ്യൂളായിരിക്കും. ആ ബിസി സ്കെഡ്യൂൾ നമുക്ക് ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഓടും. നമ്മളെ പരിപാടികൾ ഒഴിവാക്കി പോകും. അതാണ് ഈ പീപ്പിൾ പ്ലീസറിൻ്റെ ആദ്യത്തെ പ്രശ്നം. എല്ലാവരും എന്ത് ചെയ്യും, നമ്മളൊരു അവൈലബിൾ പേഴ്സൺ ആയിട്ട് കാണാൻ തുടങ്ങും. അയാൾ നോ പറയാൻ നമുക്ക് പറ്റുമോ? ഞാനൊക്കെ എത്രയോ ചെറുപ്പത്തിൽ 8ലോ 9ലോ പഠിക്കുമ്പോൾ കേട്ട് തുടങ്ങിയ കാര്യമാണ് ലേൺ ഹൗ ടു സേ നോ. നമ്മൾ നോ പറയാൻ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ലേൺ സേ നോ എന്നുള്ളത് ചെറുപ്പം മുതലേ കേട്ടിരുന്നെങ്കിലും നമ്മൾ വളർന്ന ചുറ്റുപാട് നമ്മൾ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞ മുതിർന്ന ആളുകൾ നമ്മൾ എതിർത്ത് സംസാരിക്കാൻ പാടില്ല, എല്ലാവരും നമ്മൾ ബഹുമാനം വേണം, റെസ്പെക്റ്റ് വേണം. ഇതിങ്ങനെ കേട്ട് വളർന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊരു ബൗണ്ട് പലരും നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ബൗണ്ട് സെറ്റ് ചെയ്യാണ്. പിന്നെ സംസാരത്തിലുള്ള ഈ കുലീനത, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങൾ എപ്പോഴും നമ്മളെ ചെന്നെത്തിക്കുന്നത് ഒരു പീപ്പിൾ പ്ലീസറാണ്. ഞാനതിൽ ഒന്നാമത് രണ്ട് കാരണങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വരാൻ കാരണം. ഒന്നാമത്തെ കാരണം, നമ്മൾ കാനഡയിലേക്ക് വന്നതിന് ശേഷം, ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. ഇവിടെ നമ്മൾ മാനേജർ പോലും പേരെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു 75 വയസ്സുള്ള ഒരാൾ പേരെ വിളിക്കുക, ഏ ജോൺ, അല്ലെങ്കിൽ ഏ ജോണേ, ഹേ സ്റ്റെഫ്, നമ്മൾ അവരെ പേരെടുത്ത് വിളിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് അയാൾ ആ ഡിഗ്നിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സെയിം ലെവലാണ്. അയാൾ നമ്മളോട് ഒരിക്കലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ പ്രൊഫസറോ കുട്ടി പ്ലീസ് എന്ന് ചോദിക്കുള്ളൂ, ക്യാൻ യു പ്ലീസ് ഡു ഫോർ മീ. ഒരു പ്ലീസ് കൂട്ടാതെ ഒരാൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യം ആവശ്യപ്പെടുന്നില്ല. പിന്നെ അയാൾ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞപ്പോൾ അയാൾ സോറി പറയും, അല്ലെങ്കിൽ മൈ അപ്പോളജീസ് പറയും. അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ കേരളയിൽ വന്ന സമയത്തൊക്കെ എൻ്റെ ഈ ആക്സെന്റിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഗ്രാമർ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കോൺഫിഡൻസും പിന്നെ പറയുന്ന വാക്കുകളുടെ അക്ഷരസ്ഫുടതയും പ്രൊണൗൺസിയേഷനും ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് പലർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ, നമ്മൾ ഈ പക്ക മല്ലു ആക്സെന്റ് ആയിരുന്നു എന്ന് നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ സമയത്ത് അവർ പറയുമ്പോൾ അതിനാണോ പാടൻ സേകെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ എൻകറേജ് ചെയ്യും, നമ്മൾ സംസാരിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വന്നു. മാത്രം രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ എന്നോട് നിരന്തരമായിട്ട് പറയും, യു ആർ ജസ്റ്റ് എ പീപ്പിൾ പ്ലീസർ. അതിൻ്റെ ഒരു കാര്യം ചെയ്യാൻ ധൈര്യമല്ല, എനിക്ക് ആളോട് നോ പറയാൻ പറ്റൂല, നിനക്ക് ചെയ്യാൻ അസൈൻമെന്റ് പോലും നീ ഒഴിവാക്കിയിട്ട് നീ മറ്റൊരാൾക്ക് വേണ്ടി ഓടിപ്പോകുന്ന ഒരാളാണ്. നെവർ ഡു ദാറ്റ്. നിനക്ക് എപ്പോഴാണോ നോ പറയാം, എനിക്കത് എപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടൊരു പീപ്പിൾ പ്ലീസർ എന്ന് ഞാനൊന്ന് മാറാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയട്ടോ. ഞാൻ ഇപ്പോഴും ആളുകളെ ഈ ഒരു കുരുക്കിൽ പെട്ടുപോയി കിടക്കുന്ന ഒരാൾ തന്നെയാണെന്നുള്ള സത്യം. അപ്പം അങ്ങനെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പീപ്പിൾ പ്ലീസർ ആവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിയർ ഓഫ് റിജക്ഷൻ ആണ്. നമ്മളിങ്ങനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അലൂപ്പ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് മീ ഫോമോ പോലുള്ള സംഗതി നമ്മൾ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ഒരു ഫിയറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിൽ പേടിപ്പെടുത്തുന്ന, നമ്മളെ ഇതിൽ ഈ പിടിച്ചു നിർത്തുന്ന, ഈ പീപ്പിൾ പ്ലീസറിൽ നമ്മൾ പിടിച്ചു നിർത്തുന്ന ഒന്നാമത്തെ കാര്യം. ഫിയറിനെ കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പീപ്പിൾ പ്ലീസർ നമ്മൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അറിയോ, നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി ലോസ് ചെയ്യാം. നമ്മളെ എന്താ പറയുക, നമ്മളൊരു നമ്മളതുപോലെ ശരിക്കും നമുക്കറിയാം നമ്മളെന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും ആളുകൾക്കിടയിൽ ഫത്തീനല്ലേ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരാളായി മാറുകയാണെന്നത് നമ്മളെന്നുള്ളത്. അതൊരു
ഭയങ്കര പ്രശ്നമാണ്. നിർബന്ധമായിട്ടും സ്റ്റോപ്പ്. ഞാനും പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമാണ് എന്ത്, ഈ പീപ്പിൾ പ്ലീസ് എന്ന കാര്യം. മൂന്നാമത്തെ കാര്യം വളരെ ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ കാര്യമാണ് ഓവർ തിങ്കിങ്. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ എത്ര തിങ്ക് ചെയ്താലും നിങ്ങൾക്കൊരു സംഗതിയും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോബ്ലം സോൾവിങ് ആണല്ലോ, ഒരു പ്രോബ്ലം സോൾവിംഗ് എന്നാണ് സത്യമായിട്ട് നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്. ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒബ്വിയസ്ലി ഓവർ തിങ്കിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറാണ് കേട്ടോ ഇതിൽ എന്നെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്തത്. ഫാദറിൻ്റെ ഒരു നെവർ മൈൻഡ് ആയിരുന്നു. നെവർ മൈൻഡ് ഹീസ് റെഡി ടു എക്സ്പെക്ട് എനിത്തിങ്. പിന്നെ എൻ്റെ ഒരു പഠിപ്പിച്ച എൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു, ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്ട് തിങ്സ് ഇൻ യുവർ ലൈഫ്. അത് എനിക്ക് കോളേജിൽ ഉണ്ടായ ചില ഒരു പ്രശ്നങ്ങളിൽ ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ടീച്ചർ തന്നൊരു ഉപദേശമാണ്, ആൻഡ് ഫേസ് ഇറ്റ്. അപ്പോൾ നമ്മളെ സമയത്ത് നമുക്ക് ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്ക് കാര്യത്തിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കറിയാം, അപ്പോൾ നമുക്കൊരു അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, നമ്മളൊരു മാനേജറുമായിട്ട് മീറ്റിംഗ് ഉള്ള സമയത്ത് ആലോചിക്കുക, മീറ്റിംഗിൽ ഞാൻ എന്ത് പറയാം. ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു മാനേജറിനോട് പറഞ്ഞു, രാവിലെ വന്നിട്ട് ഫത്തീൻ ഹാവ് മീറ്റിംഗ് 1-to-1 മീറ്റിംഗ് അറ്റ് 2 o'clock. ഞാൻ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ടെൻഷൻ അടിക്കാം. അപ്പോൾ ഞാൻ എന്തായിരിക്കും, നമ്മളൊരു കാര്യം പറയുന്നില്ല. ഓക്കെ, ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, ഹേ GPT, ഐ ഹാവ് എ മീറ്റിംഗ് വിത്ത് മൈ മാനേജർ ബൈ 2 o'clock, വാട്ട് യു തിങ്ക്? അപ്പോൾ ചാറ്റ് GPT എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, യു ആർ ഹിയർ ടു എക്സ്പ്രസ്, നോട്ട് ഇംപ്രസ്, ജസ്റ്റ് ടോക്ക് വാട്ട് ഈസ് കം ടു യുവർ മൈൻഡ്. എക്സാക്ട്ലി അതാണ് സത്യം. നമ്മളിപ്പോൾ ആരെയും നമ്മൾ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീപ്പിൾ പ്ലീസ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയാനുള്ളത് നല്ല ആളുകൾ മനസ്സിലാവുന്ന രൂപത്തിൽ വൃത്തിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മളൊരു എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു അഴകുഴമ്പൻ പരിപാടികൾക്ക് നിർത്തുക. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം, ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ റൂമിലുള്ളൊരു പയ്യനുണ്ട്, കോഴിക്കോടുകാരനാണ്. എനിക്ക് അവനെ ഏറ്റവും ഇഷ്ടം. ഞാൻ അവനെ കണ്ടിട്ട് കുറേയൊക്കെ ജീവിതത്തിൽ മാറ്റം വന്ന ഒരാളാണ്. 25 വയസ്സുകാരനായ ഒരു പയ്യൻ. അവൻ കുറച്ചുകൂടി സ്ട്രേറ്റ് ഫോർവേഡാണ്. പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് ഓപ്പണായിട്ട് പറയും. കേൾക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ചെറിയ മുഷിപ്പൊക്കെ ഉണ്ടാവും, എന്താണ് ഇവനൊക്കെ. പൊതുവേ ഒരു മലപ്പുറം കോഴിക്കോടുകാർക്കൊക്കെ ഒരു എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുറച്ച് അധികമുള്ളതാണ്. ഇവന് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പക്ഷെ അവൻ്റെ ഒരു കംഫർട്ട് വിട്ടിട്ടുള്ള പരിപാടികളൊന്നുമില്ല. എന്താണോ അവൻ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവൻ ഓക്കെയാണോ, അല്ലെങ്കിൽ ആ സമയത്ത് അവൻ അവൈലബിൾ ആണോ, ആണെങ്കിൽ അവൻ വരും, സഹായിക്കും, എന്തിനും തയ്യാറാണ്. നേരെ മറിച്ചല്ല, അവൻ്റെതായ കുറച്ച് ചുറ്റുപാടിലാണ്. അവൻ്റെ അസൈൻമെന്റ് തീർക്കാണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഡ്യൂട്ടിക്ക് നാളെ രാവിലെ നേരത്തെ പോകാനുണ്ട്. നോ, ഇല്ല ഞാനല്ല, നിങ്ങൾ പൊക്ക് പത്തിനെ എന്നുള്ളത് പറയാൻ ഒരു മടിയില്ലാത്തവരാ. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും അത് അവനോട് തന്നെ പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ ഞാൻ എന്തിനും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ മടങ്ങി വരാം. അപ്പം ഓവർ തിങ്കിങ് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇപ്പം ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വല്ലാതെ ഓവർ ആവണമെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഹെൽപ്പ് എടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയും ഒരു കൗൺസിലിംഗിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ടെക്നിക്സും ആൾറെഡി അവൈലബിൾ ആണ്. ബട്ട് വെറുതെ ഒരു യൂട്യൂബ് നോക്കി സമയം കളയുന്ന നേരം കൊണ്ട് ഒരു ഹെൽപ്പ് എടുത്താൽ എപ്പോഴും നല്ലതാണ്. ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ എനർജി ലൂസ് ചെയ്യാം. ഒരുപാട് എനർജി നമുക്ക് നഷ്ടപ്പെടും ഈ ഓവർ തിങ്കിങ് സമയത്ത്. നമ്മളങ്ങനെ ആലോചിച്ച് തലയുടെ ഈ പിറക് ഭാഗം വേദനിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് അധികം പേർക്കും ആങ്സൈറ്റി കാരണമോ അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് കാരണമോ അവർക്ക് എന്ത് ചെയ്യും, ഈ തലയുടെ പിറക്. എനിക്ക് ആ ഒരു സമയത്തുണ്ടല്ലോ ഈ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ ഭയങ്കര തടിച്ച സമയത്തായിരുന്നു, നാട്ടിലുള്ള സമയത്ത് നന്നായി തടിച്ച്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ തടി കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തടി കുറയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇല്ല. ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തടിയെക്കുറിച്ച് ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് എനിക്ക് എന്ന് പ്രയാസങ്ങളായിരുന്നു. പിന്നെ ജിമ്മിൽ പോവുക, നടക്കാൻ പോവുക, ഭക്ഷണം കൺട്രോൾ ചെയ്യുക, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. പക്ഷെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല നമ്മൾ അതിൻ്റെ. പക്ഷെ തടിയെക്കുറിച്ചുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വെറുതെ എന്ത് ചെയ്യുക, നമ്മൾ പ്രയാസപ്പെടുന്നില്ല. നാലാമത്തെ കാര്യത്തിലേക്ക് വരാം, സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇതിന് വേറെ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമുക്ക് നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യാം. എനിക്കെന്തുകൊണ്ട് അയാൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാലേക്കാം. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമറിയോ, അവർക്ക് അവരുടേതായ ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു സോഷ്യൽ കറൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസുകളൊക്കെ ഹൈലൈറ്റഡ് വേർഷനാണ്.
അതല്ലേ റിയൽ ലൈഫ്. ഇപ്പോൾ നമ്മൾ വല്ലാത്തൊരു കഥ എപ്പിസോഡൊക്കെ ചെയ്യുന്ന ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് ഷോയിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കസിനാണ് തനി മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നുന്നു യൂറോപ്പിലെ ഏതോ രാജ്യത്താണ് അവർ ഭയങ്കര ഒരു പോപ്പുലറായ ഒരു യൂട്യൂബറാണ്. ഒരു സ്ത്രീയെ അവരുടേതായ കഥകളൊക്കെ പറയുന്നത്. അവർ ഹസ്ബൻഡ് രണ്ടുപേരും യൂറോപ്പിലാണ്, മലപ്പുറം സ്വദേശിയാണ് തനി. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ബാബു രാമചന്ദ്രൻ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ കട്ട് ചെയ്ത് വന്ന വളരെ നാരോ ആയിട്ടുള്ള ഹൈലൈറ്റഡ് വേർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ജീവിതത്തെ നമ്മൾ കമ്പയർ അവരുടെ ലൈഫ് അടിപൊളിയാണല്ലോ, അവർ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ആണല്ലോ നമ്മൾ ജീവിക്കുന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും കമ്പയർ ചെയ്തെന്നുള്ള പറയാനുള്ളത്. 5ാമത്തെ കാര്യം, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഈ 5ാമത്താണ് എന്നെ ഏറ്റവും ഇഷ്ടമുള്ളത്, ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെന്റ് എന്നുള്ളത്. ഇപ്പം ഈ വീഡിയോ പോലും എനിക്കതിൻ്റെ ആവശ്യമായ എല്ലാ സെറ്റപ്പുകളും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ജീവിതത്തിൽ നമ്മൾ മിനിമം ചെയ്യേണ്ട കാര്യം. അങ്ങോട്ട് തുടങ്ങുക, പിന്നെ അതിൻ്റെ ഭാഗമായിക്കോളും നമ്മളൊക്കെ. അല്ലാതെ ഒരു പെർഫെക്റ്റ് ഈ പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കാര്യം എന്താ അറിയോ, അങ്ങനെ മൊമെന്റ് വരാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പം ഈ വീഡിയോ കണ്ടന്റ് പോലും എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് 2020 മുതൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. 5 വർഷം എടുത്തു ഞാനൊരു 10 മിനിറ്റോളം ലെങ്ത്തുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട്, അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട്. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ വീഡിയോ ആണ്. അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പോലും ഞാൻ 5 വർഷം എടുത്തു. ഇടയ്ക്ക് 1-2 ട്രയൽ നടത്തും, പിന്നെ നിർത്തിയും, പിന്നെ ഒന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിർത്തും. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പോലും, അല്ലെങ്കിൽ അങ്ങനെ തോട്ട് പ്രോസസ്സും അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്തും ഏകദേശം 5 വർഷം എടുത്തെന്നുള്ളതാണ്. ഞാനും എന്തോ ഒരു മൊമെന്റിന് വേണ്ടി ഒറ്റ ചെയ്യണം, അതാവട്ടെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതാവട്ടെ, അങ്ങനെ ഏതും വരാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം എന്താ പറയുക, ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് വിചാരിക്കുക. അതോടൊപ്പം നമുക്കൊരു ഇൻപെർഫെക്റ്റ് ആക്ഷൻ ആണെങ്കിൽ പിന്നെ ഫെയിലറാണ്, പിന്നീട് ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഒരു പ്ലാനിങ് എന്നുള്ളത് മാത്രമല്ല, ആക്ഷനും കൂടി വേണമെന്നുള്ളതാണ്. ഇപ്പോൾ 12 വീക്ക് ഇയർ എന്നുള്ള ബുക്കുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ ജീവിതത്തിലുണ്ടല്ലോ, ഇപ്പം നല്ല ഒരാൾക്ക് വിജയിക്കാൻ, അയാളുടെ ജീവിതം സക്സസ് ആകാൻ വേണ്ടിയിട്ട് അയാൾക്ക് എന്താ വേണ്ടി എന്നുള്ളതാണ്. ഒരുപാട് ആൾക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, സ്കില്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയുള്ള ഒരാൾ, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാളൊരു കാര്യം ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അയാൾക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അറിയോ, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യം തുടങ്ങുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, സ്റ്റാർട്ട് ടുഡേ. ഞാൻ മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട്സ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്? ഇറ്റ് വാസ് യെസ്റ്റർഡേ. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ദാറ്റ്, സോ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ടുഡേ. ഇന്നലെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം. നമ്മുടെ ജീവിതത്തിൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും മനോഹരമായ ദിവസം ഇന്നലെയായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ആ ദിവസം ഇന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ഫ്രം നൗ എന്നുള്ളതാണ് പെർഫെക്റ്റ് മൊമെന്റ്. എൻ്റെ ആ മിത്ത് കാരണം, ഈ പെർഫെക്റ്റ് മൊമെന്റ് കാരണം ജീവിതത്തിൽ ഇപ്പോഴും ഒരു കാര്യം ചെയ്യാത്ത സുഹൃത്തുക്കളെ എനിക്കറിയാം. അവരിപ്പോഴും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാനെ പോലെ അവരെന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ സംഗതി വരാനേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഏതെങ്കിലും സുഹൃത്തുണ്ടെങ്കിൽ അയാൾക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.